എല്ലാവർക്കും ആത്മനമസ്കാരം. നമസ്തേ. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. യൂട്യൂബിൽ കേൾക്കാം എല്ലാം. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 16 നമ്മൾ സ്തുതിപാഠകര് പൃഥു മഹാരാജാവിനെ സ്തുതിക്കുകയാണ്. അപ്പോൾ രാജാവ് അത് വേണ്ട, അതിനുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്തിട്ട് അതിനുള്ള യോഗ്യത നേടിയതിന് ശേഷം നിങ്ങൾ എന്നെ സ്തുതിച്ചാൽ മതി എന്ന് പറഞ്ഞെങ്കിലും അവർ പറയാണ്, മഹർഷിമാർ അങ്ങ് ജനിച്ചപ്പോൾ തന്നെ മഹർഷിമാർ പറഞ്ഞു കൊടുത്തിരുന്നു, ഇത് ഭഗവാന്റെ തന്നെ അംശാവതാരമാണ് ഈ കുഞ്ഞ് ഭാവിയിൽ എന്തൊക്കെ ഇവിടെ ചെയ്യുമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് സ്തുതിപാഠകർ പറയുന്നത്. അങ്ങനെ മഹർഷിമാരുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെയൊക്കെ ഭാവിയിൽ പൃഥു ചെയ്യുമെന്ന് അവർ പറഞ്ഞു തന്നതാണ് ഞങ്ങൾ അങ്ങയെ പാടി പുകഴ്ത്തുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ ആ സ്തുതി അങ്ങനെ തുടരുകയാണ് കേട്ടോ. അപ്പം അതിൽ 13 ശ്ലോകം വരെ നമ്മൾ കണ്ടു. ഇനി 14ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം 14. അസ്യ അപ്രതിഹതം ചക്രം പൃഥോഹോ അമാനസ അചലാത് വർത്തതേ ഭഗവാൻ അർക്കഃ യാവത് തപതി ഗോഗണൈഹി. ഇവിടെ സ്തുതിപാഠകർ സ്തുതിക്കുന്നതാണ് നമ്മൾ ഈ അധ്യായം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സ്തുതിച്ച് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും പൃഥു മഹാരാജാവ് ചെയ്യുന്നതാണ് നമ്മൾ അടുത്ത അധ്യായം തൊട്ട് കാണുന്നത് കേട്ടോ. അപ്പം എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ചുരുക്ക രൂപം കൂടി നമുക്ക് ഈ ഒരു സ്തുതിയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുമെന്നർത്ഥം. അപ്പോൾ അസ്യ ആ പൃഥുരാജാവ്, സ്തുതിപാഠകർ പറയണം, ആ പൃഥുരാജാവ് അപ്രതിഹതം ഒരു പ്രതിബന്ധവും തടസ്സങ്ങളും ഇല്ലാതെ ചക്രം എന്ന് വെച്ചാൽ തൻ്റെ സ്വാധീന ചക്രത്തിൽ അല്ലെങ്കിൽ താൻ വരച്ച ആ ഒരു ഫ്രെയിമിനുള്ളിൽ, തൻ്റെ സ്വാധീന വൃത്തത്തിനുള്ളിൽ പൃഥോഹോ ആ പൃഥുരാജാവ് അമാനസ അചലാത്ത് എന്ന് വെച്ചാൽ ഭൂമി മുഴുവനും എന്നർത്ഥം. നമ്മൾക്ക് കാണാൻ കഴിയാത്ത ഭാഗങ്ങൾ കൂടി, അതായത് അതിൻ്റെ ഈ ഭാഗവതത്തിൽ പറയുന്നത് ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം എന്നൊക്കെ പറയുന്ന ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും, അതാണ് ആ മാനസ അചലാത്ത് എന്ന് പറയുന്നത്. ആ എല്ലാ ഭാഗങ്ങളെയും വർത്തത എന്ന് വെച്ചാൽ തുടരുമെന്നും. അപ്പോൾ പൃഥു മഹാരാജാവ് ഭൂമി മുഴുവനും ഒരു തടസ്സവും കൂടാതെ ഒരു പ്രതിബന്ധങ്ങളും കൂടാതെ തൻ്റെ സ്വാധീന വൃത്തത്തിൽ നിർത്തിക്കൊണ്ട് സംരക്ഷിച്ച് അതിനെ വർത്തതേ തുടർന്നു കൊണ്ടുപോകും. ഭഗവാൻ അർക്കഹ എന്ന് വെച്ചാൽ ഭഗവാൻ സൂര്യൻ, അതായത് സൂര്യഭഗവാൻ യാവത്ത് തപതി എപ്രകാരമാണോ ആ പ്രകാശത്തെ ഗോഗണേ എന്ന് വെച്ചാൽ തൻ്റെ പ്രകാശരശ്മികളെ പ്രകാശകിരണങ്ങൾ കൊണ്ട് എപ്രകാരമാണോ ഈ ഭൂമിയിൽ മുഴുവനും പ്രകാശം നൽകുന്നത് സൂര്യഭഗവാൻ, ഏതെങ്കിലും ഒരു ഭാഗം സൂര്യൻ്റെ പ്രകാശം ഏൽക്കാത്തതായിട്ട് ഈ ഭൂമിയിൽ ഇല്ലല്ലോ. അപ്പോൾ എപ്രകാരമാണ് ഒരേ ഒരു സൂര്യഭഗവാൻ തൻ്റെ പ്രകാശകിരണങ്ങൾ കൊണ്ട് ഈ ഭൂമിയിലെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ പ്രകാശിപ്പിക്കുന്നത്, അതിനൊരു തടസ്സവുമില്ല. അതുപോലെ പൃഥു മഹാരാജാവ് ഒരു പ്രതിബന്ധങ്ങളും കൂടാതെ ഈ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും തൻ്റെ സ്വാധീന വൃത്തത്തിൽ കൊണ്ടുവന്ന് ഭംഗിയായി ഭൂമിയെ ഭരിക്കും, സംരക്ഷിക്കും എന്നൊക്കെ ആ സ്തുതിപാഠകർ പറയുകയാണ്. ശ്ലോകം 15. രഞ്ജയിഷ്യതി യത് ലോകം അയം ആത്മവിചേഷ്ടിതൈഃ അദാ അമും ആഹു രാജാന മനോരഞ്ജനകൈഃ പ്രജാഹ. രഞ്ജയിഷ്യതി എന്ന് വെച്ചാൽ സന്തോഷിപ്പിക്കുക, എല്ലാവരെയും സന്തോഷിപ്പിക്കുമെന്ന്. യത് എന്തെന്നാൽ ലോകം, ഈ ലോകത്തിലെ അയം എന്ന് വെച്ചാൽ ആ പൃഥുരാജാവ്
വിചേഷ്ടിതം. ആത്മവിചേഷ്ടിതം വെച്ചാൽ പൃഥ്വിരാജാവ് തൻ്റെ സ്വന്തം കർമ്മങ്ങളാൽ ഈ ലോകത്തിലെ എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുമെന്ന്. അതാണ് ആ പറഞ്ഞത്, രഞ്ജയിഷ്യതി, സന്തോഷിപ്പിക്കും. വിചേഷ്ടിതം എന്ന് വെച്ചാൽ സ്വന്തം കർമ്മങ്ങളാൽ പൃഥ്വിരാജാവ് ഈ ലോകത്തിലെ എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കും. അതിനാൽ അതാന്ന് വെച്ചാൽ അതുകൊണ്ട് അമും, ആ രാജാവിനെ, ആഹു പറഞ്ഞു എന്ന് വിളിച്ചു, രാജാനാം, പൃഥുവാണ് യഥാർത്ഥ രാജാവ് എന്ന്, പ്രജാഹ രഞ്ജനകൈഹി എന്ന് വെച്ചാൽ വളരെ സന്തോഷത്തോടുകൂടി പ്രജകളെല്ലാം പൃഥുവാണ് ഭൂമിയുടെ യഥാർത്ഥ രാജാവ് എന്ന് ആഹു വിളിക്കുമെന്ന്. അതാണ് ആ പറഞ്ഞത്. പൃഥു മഹാരാജാവ് സ്വന്തം കർമ്മങ്ങളാൽ ഈ ലോകത്തിലെ എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കും. അതുകൊണ്ട് വളരെയധികം സന്തോഷത്തിലാകുന്ന ഈ പ്രജകളെല്ലാം പൃഥുവിനെ നോക്കി വിളിക്കുക, പൃഥുവാണ് ഭൂമിയുടെ യഥാർത്ഥ രാജാവ് എന്ന് വിളിക്കും. ശ്ലോകം 16. പൃഥു മഹാരാജാവിൻ്റെ ഗുണങ്ങൾ. ദൃഢവൃത, സത്യസന്ധ, ബ്രഹ്മണ്യോ വൃദ്ധസേവക, ശരണ്യ സർവഭൂതാനാം, മാനദ ദീനവത്സല. അപ്പോൾ ദൃഢവൃത, ദൃഢനിശ്ചയമുള്ളവനായിരിക്കും പൃഥു. സത്യസന്ധനായിരിക്കും. ബ്രഹ്മണ്യ, വേദജ്ഞന്മാരെ ബഹുമാനിക്കുന്ന, വേദത്തെയും വേദജ്ഞന്മാരെയും ബഹുമാനിക്കുന്നവനായിരിക്കും. വൃദ്ധസേവക, പ്രായമായ വൃദ്ധന്മാരെ സേവിക്കുന്നവനാണ്. ശരണ്യ സർവഭൂതാന, സർവചരാചരങ്ങളും പൃഥുവിലാണ് ശരണം പ്രാപിക്കുക. അതുപോലെ മാനദ, എല്ലാവരും പൃഥുവിനെ ബഹുമാനിക്കും, മാനിക്കും. ദീനവത്സല, പാവപ്പെട്ടവരോട് കാരുണ്യമുള്ളവനുമായിരിക്കും. അപ്പം ദൃഢനിശ്ചയം, ഒരു തീരുമാനം എടുത്താൽ അത് വളരെ ദൃഢനിശ്ചയത്തോടെ നടപ്പാക്കുന്നവനായിരിക്കും. സത്യസന്ധനായിരിക്കും. ബ്രഹ്മത്തെ അറിഞ്ഞ് അതിനെ ബഹുമാനിച്ച് സേവിക്കുന്നവനായിരിക്കും. വേദവിധി പ്രകാരമുള്ള ജീവിതത്തെ, അതായത് ഭൗതികമായ ധാർമ്മികമായ നമ്മുടെ കർമ്മങ്ങളുണ്ടല്ലോ, ഭൗതിക കർമ്മങ്ങൾ, ആ വേദവിധി പ്രകാരം പറയുന്ന ആ പുരുഷാർത്ഥങ്ങളെ എല്ലാത്തിനെയും കൃത്യമായി പാലിച്ച് സേവിക്കുന്നവനായിരിക്കും. വൃദ്ധസേവക, പ്രായമായവരെ സേവിക്കുന്നവനും സർവർക്കും ശരണം പ്രാപിക്കാൻ കഴിയുന്നവനും എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവനും പാവപ്പെട്ടവരോട് വാത്സല്യമുള്ളവരും, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്നവരോട് വാത്സല്യമുള്ളവനുമായിരിക്കും പൃഥു. അപ്പം എന്തൊക്കെ പൃഥു ആയി തീരുമെന്നാണ് അവർ സ്തുതിപാഠകർ ഇങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്ലോകം 17. മാതൃഭക്തി പരസ്ത്രീഷു. അപ്പോൾ പൃഥുവിൻ്റെ ഗുണഗണങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന്. ആ ഓരോ ഗുണങ്ങളും ഏതോ ഒരു പൃഥു മഹാരാജാവിൻ്റെ ഗുണങ്ങൾ എന്ന രീതിയിലല്ല, ധർമ്മം ഭൂമിയിൽ നമ്മളൊക്കെ ധാർമ്മികമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മാതൃഭക്തി പരസ്ത്രീഷു പത്ന്യാം അർദ്ധ ഇവ ആത്മനഃ പ്രജാസു പിതൃവത് സ്നിഗ്ധഃ കിം കരഃ ബ്രഹ്മവാദിനാം. മാതൃഭക്തി പരസ്ത്രീഷു, മറ്റു സ്ത്രീകളെ അമ്മയ്ക്ക് തുല്യമായിട്ടാണ് പൃഥു മഹാരാജാവ് കണ്ടിരുന്നത്. എന്നാൽ പത്ന്യാം, സ്വന്തം ഭാര്യയെ, അർദ്ധ ആത്മന, സ്വന്തം ശരീരത്തിൻ്റെ അർദ്ധം, പാതി, ഇവ എന്ന് വെച്ചാൽ എന്ന പോലെയാണ് കണ്ടത്. ഭാര്യയെ എൻ്റെ ശരീരത്തിൻ്റെ പാതിയായും കണ്ടു. മറ്റു സ്ത്രീകളെ അമ്മയ്ക്ക് തുല്യമായിട്ടായിരുന്നു പൃഥു മഹാരാജാവ് കണ്ടത്. ഇനി പ്രജാസു, പ്രജകളെ, പിതൃവത്ത്, ഒരു പിതാവിനെ പോലെ, സ്നിഗ്ധ, വാത്സല്യമുള്ളവനായിരുന്നു പ്രജകളോട് എന്ന്. ഇനി കിങ്കരഹ, കിങ്കരൻ വെച്ചാൽ സേവകൻ. ബ്രഹ്മവാദിനാം, ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണന്മാരെ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനികളുടെ സേവകനുമായിരിക്കും എന്ന്. അപ്പോൾ മാതൃഭക്തി, അമ്മയോടുള്ള സ്നേഹം പോലെ മറ്റു സ്ത്രീകളെയൊക്കെ അമ്മയ്ക്ക് തുല്യം കണ്ടു. ഭാര്യയെ സ്വന്തം ശരീരത്തിൻ്റെ പാതിയായും കണ്ടു. പ്രജകളെ ഒരു പിതാവ് മക്കളോട് എന്ന പോലെ വാത്സല്യത്തോടെ കണ്ടു. ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രഹ്മജ്ഞാനികളുടെ സേവകനായിരിക്കും പൃഥു. ഇതൊക്കെയാണ് ആ സ്തുതിപാഠകരുടെ പ്രവചനങ്ങൾ. അത് അവർക്ക് പറഞ്ഞു കൊടുത്തത് മഹർഷിമാരും. ശ്ലോകം 18. ദേഹിനാം ആത്മവത് പ്രേഷ്ടഃ സുഹൃദാം നന്ദിവർദ്ധനഃ മുക്തസംഗപ്രസംഗഃ അയം ദണ്ഡപാണി അസാധുഷുഃ. അയം, ആ പൃഥു മഹാരാജാവ്, ദേഹിനാം,
ശരീരമുള്ള ജനങ്ങൾക്ക് ആത്മവത്ത് പ്രേഷ്ഠ, അവർക്ക് തുല്യം ആത്മവത്ത് ഞാൻ തന്നെ എന്ന് അവനവനോട് തോന്നുന്ന പോലെയുള്ള പ്രേഷ്ഠ എന്ന് വെച്ചാൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് തുല്യമായിട്ട് ഏറ്റവും അധികം പ്രിയം എല്ലാവർക്കും അവനവനെ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് തുല്യം ജനങ്ങളെല്ലാവരും അവർക്ക് തുല്യം തന്നെ പ്രിയപ്പെട്ടവനായിട്ടാണ് പൃഥുവിനെ കാണുക. ഇനി സുഹൃദാം നന്ദിവർദ്ധനഃ, സുഹൃത്തുക്കളുടെ ഉള്ളിലെ സ്നേഹത്തെ അവരുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നവനുമായിരിക്കും പൃഥു. മുക്തസംഗ പ്രസംഗ, പ്രസംഗം എന്നാൽ സമ്പർക്കം, മുക്തസംഗം മുക്തി നേടിയവരുടെ സംഘം എന്ന് വെച്ചാൽ യോഗ്യമാരുമായിട്ട് സദാ സമ്പർക്കത്തിലിരിക്കുന്നവനുമായിരിക്കും പൃഥു മഹാരാജാവ്. എന്നാൽ അസാധുഷു, അധർമ്മം ചെയ്യുന്നവരുടെ ദണ്ഡപാണി ശിക്ഷിക്കുന്നവനുമായിരിക്കും. അപ്പോൾ പ്രജകൾക്ക് ഏറ്റവും അവനവന് തുല്യം ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും പൃഥു. സുഹൃത്തുക്കളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നവനായിരിക്കും. യോഗികളോടൊപ്പം സദാ സമ്പർക്കത്തിലിരിക്കുന്നവനായിരിക്കും. അധർമ്മം ചെയ്യുന്നവനെ ശിക്ഷിക്കുന്നവനുമായിരിക്കും. അപ്പം എന്തൊക്കെയാവുമെന്ന് പറയുകയാണ്. ശ്ലോകം 19 അയം തു സാക്ഷാത് ഭഗവാൻ ത്രിഅധീശഃ കൂടസ്ഥ ആത്മകലയാ അവതീർണഃ യസ്മിൻ അവിദ്യരചിതം നിരർത്ഥകം പശ്യന്തി നാനാത്വം അഭിപ്രതീതം. അയം തു, ഈ പൃഥു മഹാരാജാവ് ആകട്ടെ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ത്രിഅധീശഃ, ത്രിലോകങ്ങൾക്കും മുകളിൽ അല്ലെങ്കിൽ ത്രിഗുണങ്ങൾക്കും അധീശനായിട്ടുള്ളവനാണ് ആ പൃഥു മഹാരാജാവ്. കൂടസ്ഥൻ എന്ന് വെച്ചാൽ ശാശ്വതമായവൻ, ഒരു മാറ്റവുമില്ലാത്ത ആത്മാ. ആ പരമാത്മാവ് തന്നെ കലയാ അവതീർണ, സ്വന്തം അംശാവതാരം എടുത്ത് ഭൂമിയിൽ അവതരിച്ചു വന്ന സാക്ഷാൽ ഭഗവാൻ തന്നെയായിട്ടുള്ള ത്രിലോകങ്ങൾക്കും ത്രിഗുണങ്ങൾക്കും അധീശനായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ് അയം തു, ഈ പൃഥുരാജാവ്. യസ്മിൻ എന്ന് വെച്ചാൽ ഏതൊന്നിനെയാണോ അവിദ്യാരചിതം, അറിവില്ലായ്മ കൊണ്ട് നാനാത്വം പലതായിട്ട് കാണുന്ന, പ്രതീതം എന്ന് വെച്ചാൽ കാണുന്നത്, എങ്കിലും നിരർത്ഥകം അതിൻ്റെ ഒരു ആവശ്യവുമില്ല, അതൊരു തെറ്റായ ധാരണയാണ് എന്ന് പശ്യന്തി കാണുന്നു എന്ന്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യസ്മിൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഏതൊന്നിനെ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ അറിവില്ലായ്മ കൊണ്ട് നാനാത്വം പലതായിട്ട്, പല ലോകങ്ങളും പല വസ്തുക്കളും പല സാധനങ്ങളുമായിട്ട് ജീവികളും ജീവസത്തകളായിട്ട് അറിവില്ലായ്മ കൊണ്ട് കാണുന്നു എങ്കിൽ പോലും അതിലൊരു അർത്ഥവുമില്ല എന്ന് പശ്യന്തി. നിരർത്ഥകം എന്ന് വെച്ചാൽ അർത്ഥമില്ലാന്ന്, അതിലൊരു കാര്യവുമില്ല, കഴമ്പില്ല എന്ന് കാണുന്ന ആ അയം തു, ആ പൃഥു മഹാരാജാവ് ശാശ്വതമായിട്ട് ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്ന സാക്ഷാൽ പരമാത്മാവ്, ഭൂമിയിൽ തൻ്റെ അംശാവതാരമായി എടുത്തു വന്ന ഭഗവാൻ ശ്രീഹരിയായി തന്നെ ത്രിലോകങ്ങൾക്കും ത്രിഗുണങ്ങൾക്കും അധീശനായിട്ടുള്ള സാക്ഷാൽ ശ്രീഹരി തന്നെ എന്ന് ജനങ്ങളെല്ലാവരും പറയും എന്ന് ഈ സ്തുതിപാഠകർ പാടുകയാണ്. പൃഥുവിൻ്റെ ഭരണം കണ്ട്, പൃഥുവിൻ്റെ ശ്രേഷ്ഠത കണ്ട്, ധർമാചരണം കണ്ടിട്ട് എല്ലാവരും പറയും. പൃഥു അപ്പോഴേ മനസ്സിലാക്കിയിരിക്കുന്നു, ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പലതായി കാണുന്നു, പക്ഷെ അതിൽ ഒരു അർത്ഥവും ഇല്ല എന്ന് മുന്നേ മനസ്സിലാക്കിയ പൃഥു ഒരു സാധാരണക്കാരനല്ല, ശാശ്വതമായി നിൽക്കുന്ന ആ പരമാത്മാവ് ഒരു ശരീരരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചു വന്ന ആ ഭഗവാൻ തന്നെയാണ്. ത്രിലോകങ്ങൾക്കും ത്രിഗുണങ്ങൾക്കും അധീശനായിട്ടുള്ളവനാണ് പൃഥു എന്ന് ജനങ്ങളും മനസ്സിലാക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 20 അയം ഭുവഃ മണ്ഡലം ഓദയ അദ്രേ എന്നാണ് കേട്ടോ. അയം ഭുവഃ മണ്ഡലം ഓദയ അദ്രേ ഗോപ്തൈഹി ഏകവീരഃ നരദേവനാഥഃ ആസ്ഥായ ജൈത്രം രഥം ആത്തചാപഃ പര്യസ്യതേ ദക്ഷിണതഃ യഥാ അർക്ക. അയം ഭുവഃ മണ്ഡലം ഓദയ അദ്രേ. അയം, ഈ പൃഥുരാജാവ്, ഭുവഃ മണ്ഡലം, ഈ ഭൂമി മുഴുവനും, ഓദയ അദ്രേ എന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു പർവ്വതം ഉണ്ടല്ലോ, പർവ്വതത്തിൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ തൊട്ട് ഇതിങ്ങനെ അവസാനിക്കുക എവിടെയായിരിക്കും? അപ്പോൾ ഭൂമിയെ മുഴുവനും ഉൾക്കൊണ്ടു എന്നാണ് പറയുന്നത്. സൂര്യൻ ഉദിക്കുന്നിടത്ത് തൊട്ട് സൂര്യൻ അവസാനിക്കുന്നത് വരെയുള്ള ഭൂമിയുടെ മുഴുവൻ ഭാഗങ്ങളെയും ഈ പൃഥുരാജാവ് ഗോപ്തൈ
സംരക്ഷിക്കും. ഏകവീര്യ, അതുല്യനായ വീരനാണ്, അങ്ങനെയുള്ള വീരനാണ് പൃഥു. നരദേവനാഥ, ഭൂമിയിലെ രാജാക്കന്മാരുടെയും രാജാവാണ് പൃഥു. അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ആസ്ഥായ എന്ന് വെച്ചാൽ കയറി, ജൈത്രം രഥം, വിജയമായിരിക്കുന്ന രഥത്തിൽ കയറിയിട്ട്, ആത്തചാപഹ, വില്ലേന്തിയിട്ട്, യഥാ അർക്ക, സൂര്യൻ എന്ന പോലെ, ദക്ഷിണതഹ, ഭൂമി മുഴുവനും തെക്കു ദേശത്തു നിന്നും, പര്യസ്യതേ, ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുമെന്ന്. അപ്പോൾ വിജയമായ രഥത്തിൽ കയറി, വില്ലേന്തി വിജയമായ രഥത്തിൽ കയറിയിട്ട്, സൂര്യൻ എങ്ങനെയാണ് ഈ ഭൂമിയെ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത്? കിഴക്ക് ഉണർന്ന് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് വരെ എല്ലാ ഭാഗങ്ങളും ചുറ്റുന്നത് പോലെ ഈ രഥത്തിൽ കയറിയിട്ട് വില്ലേന്തിയിട്ട് പൃഥുരാജാവ് ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കും. അങ്ങനെ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് വരെയുള്ള ഭൂമിയെ മുഴുവൻ ആ പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കുന്നത് പോലെ പൃഥുരാജാവ് ഈ ഭൂമിയെ മുഴുവനും ഒറ്റയ്ക്ക് ഏകവീരനായി രാജാക്കന്മാരുടെ രാജാവായിട്ട് ഭൂമിയെ സംരക്ഷിക്കുകയും ചെയ്യും. അതൊക്കെയാണ് പറയുന്നത്. ശ്ലോകം 21. അസ്മൈ നൃപാലാഖില തത്ര തത്ര ബലിം ഹരിഷ്യന്തി സ ലോകപാലഃ മംസ്യന്ത യേഷാം സ്ത്രീയ ആദിരാജം ചക്രായുധം തത് യശഃ ഉദ്ധരന്ത്യഃ. അങ്ങനെ രഥത്തിൽ കയറിയിട്ട് വില്ലേന്തിയിട്ട് ഋതു ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ അസ്മൈ, ആ രാജാവിനെ, നൃപാല, എല്ലാ രാജാക്കന്മാരും, കില, തത്ര തത്ര, എവിടെയൊക്കെയാണോ ആ രാജാവ് വരുന്നത് അവിടെയൊക്കെ, ബലിം ഹരിഷ്യന്തി, രാജാവിന് കരം, ബലി, രാജാവിന് ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കരം സമർപ്പിക്കുമെന്ന്, നികുതി കൊടുക്കും. സ ലോകപാലഹ, എല്ലാ ലോകപാലകന്മാരോടും കൂടിയിട്ട്, തൻ്റെ ഉള്ളിൽ തന്നെയല്ലേ എല്ലാ ലോകപാലകന്മാരും ഉള്ളത്. അപ്പോൾ എല്ലാ ലോകപാലകന്മാരോടും കൂടി പൃഥു ഇങ്ങനെ രഥത്തിൽ കയറി ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ പൃഥു മഹാരാജാവ് എവിടെയാണോ എത്തുന്നത് അവിടുത്തെ രാജാക്കന്മാരെല്ലാവരും അത്രയും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ഇങ്ങോട്ട് ചോദിക്കേണ്ട, പൃഥുവിന് അപ്പം തന്നെ കരത്തെ, നികുതിയെ സമർപ്പിക്കും. ഏഷാ സ്ത്രീയ, അവരുടെ ഭാര്യമാരൊക്കെ, ആദിരാജം, പൃഥു ആണ് ഏറ്റവും നല്ല, ഏറ്റവും ആദ്യത്തെ യഥാർത്ഥ രാജാവെന്ന്, തത് യശഃ, അദ്ദേഹത്തിൻ്റെ കീർത്തിയെ, ഉദ്ധരന്ത്യഃ, പ്രകീർത്തിക്കുകയും ചെയ്യും. ഒപ്പം ചക്രായുധം, ചക്രം കയ്യിലേന്തി നിൽക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ഇത് എന്ന് മംസ്യന്തഃ, അവർ അറിയുകയും ചെയ്യും. ഇപ്പം എല്ലാം സംഭവിക്കാൻ പോകുന്നു. പൃഥു മഹാരാജാവ് ഭൂമി മുഴുവൻ ഭൂമി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോരോ ദേശത്ത് ചെല്ലുമ്പോഴും അവിടെയുള്ളവരെല്ലാം പൃഥുവിന് കരം നൽകും, സമർപ്പിക്കും. അവരുടെ പത്നിമാര് പൃഥുവാണ് യഥാർത്ഥ രാജാവ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ യശസ്സിനെ പ്രകീർത്തിക്കുകയും ചെയ്യും. അദ്ദേഹം ചക്രം കയ്യിലേന്തി നിൽക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു തന്നെ എന്ന് മംസ്യന്തഃ എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളും മനസ്സിലാക്കുകയും ചെയ്യും. ഈ പൃഥുവായി അവതരിച്ചിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ എന്ന് എല്ലാവരും മനസ്സിലാക്കും. ശ്ലോകം 22. അയം മഹീം ഗാം ദുദുഹേ അധിരാജഃ പ്രജാപതി വൃത്തികരഃ പ്രജാനാം യഹ ലീലയാ അദ്രിൻ സ്വശരാസകോട്യാ ബിന്ദൻ സമാം ഗാം അഗരോദ് യതേന്ദ്രഃ യഥാ ഇന്ദ്രഃ. അയം മഹീം ഗാം ദുദുഹേ അധിരാജഃ പ്രജാപതി വൃത്തികരഃ പ്രജാനാം യഹ ലീലയാ അദ്രീൻ സ്വശരസാ കോട്യാ ബിന്ദൻ സമാം ഗാം അഗരോദ് യഥാ ഇന്ദ്രഃ. അയം, ഈ പ്രജാപരിപാലകനായ, പ്രജാപതി എന്ന് വെച്ചാൽ ഈ പ്രജാപതി ആയിട്ടുള്ള പൃഥു മഹാരാജാവ് മഹീം, ഭൂമിയെ, ഗാം, ഒരു പശുവിനെ പോലെ, ദുദുഹേ, കറന്നെടുക്കുന്നു. വരാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ വിശദമായിട്ട് ഇനി അടുത്ത അധ്യായത്തിൽ ഇതൊക്കെ കാണാൻ പോകുന്നുള്ളൂ. ഭൂമി വരണ്ടുണങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് ഭൂമിയെ ഒരു അമ്മ പശുവായിട്ട് നിർത്തിയിട്ട് പൃഥു മഹാരാജാവ് ആ ഭൂമിയിൽ നിന്ന് എല്ലാ സമ്പൽ സമൃദ്ധിയെയും ഇങ്ങ് കറന്നെടുക്കും. ദുദുഹേ എന്ന് വെച്ചാൽ കറന്നെടുക്കും. അധിരാജഃ, അത്യധികം ശ്രേഷ്ഠനായ രാജാവാണ് പൃഥു. ഇനി പ്രജാപതി, അങ്ങനെയുള്ള പ്രജാപതി, വൃത്തികരഃ പ്രജാനാം, ജനങ്ങൾക്ക് വൃത്തികരഃ, നിത്യവൃത്തി നടന്നു പോകുന്നുണ്ടേ, ജീവിക്കണ്ടേ, അതിനു വേണ്ടതെല്ലാം പൃഥു ഈ ഭൂമിയിൽ നിന്ന് തന്നെ കറന്നെടുക്കുമെന്ന്. അപ്പം പ്രജാപരിപാലകനായിട്ടുള്ള പൃഥു മഹാരാജാവ്
ഈ ജനങ്ങളുടെ ജീവിതവൃത്തി, നിത്യവൃത്തി നടന്നു പോകാൻ വേണ്ട എല്ലാ സമ്പത്തിനെയും ഭൂമിയെ ഒരു പശുക്കിടാവായി നിർത്തിക്കൊണ്ട് ആ ഭൂമിയിൽ നിന്ന് എല്ലാം കറന്നെടുത്ത് ജനങ്ങളെ സംരക്ഷിക്കും. ഇനി യഹ, ഏതൊരാളാണോ ലീലയ, അതായത് ഒരു ലീല പോലെ ഒരു അനായാസം അദ്രീൻ പർവ്വതങ്ങളെ സ്വശരസ സ്വന്തം ആ വില്ലിൻ്റെ കോട്യ, ആ മൂർച്ചയേറിയ അഗ്രഭാഗം കൊണ്ട് ബിന്ദൻ പർവ്വതങ്ങളെയൊക്കെ അങ്ങോട്ട് ഉടച്ചു കളഞ്ഞിട്ട് സമാം ഗാം ഭൂമിയെ ഇങ്ങനെ സമനിരപ്പിലാക്കിയിട്ട് അകരോത് അങ്ങനെ ആക്കുകയും ചെയ്യും. യഥാ ഇന്ദ്രഹ ഇന്ദ്രനെ പോലെ എന്നാണ്. അപ്പോൾ ഇന്ദ്രൻ ചെയ്തതുപോലെ ഈ കഥയൊക്കെ വരാൻ പോകുന്നു. ഇന്ദ്രൻ ചെയ്തതുപോലെ പൃഥു മഹാരാജാവ് തൻ്റെ വില്ലിൻ്റെ അസ്ത്രങ്ങളുടെ മൂർച്ചയേറിയ അഗ്രഭാഗം കൊണ്ട് പർവ്വതങ്ങളെയൊക്കെ താഴെ ഭൂമിയിലേക്ക് നിർത്തിയിട്ട് ആ അഗ്രഭാഗം കൊണ്ട് പർവ്വതങ്ങളെ കണ്ട് ഉടച്ചു കളഞ്ഞിട്ട് ഭൂമി സമനിരപ്പാക്കുന്നു. അങ്ങനെ സമനിരപ്പാക്കിയിട്ട് കൃഷിക്ക് അനുയോജ്യമാക്കി തീർക്കുകയും ജനങ്ങളുടെ ജീവിതവൃത്തിയെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. വരാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി കൂടുതൽ വിശദമായിട്ട് അറിയാൻ പോകുന്ന കാര്യങ്ങളാണ്. ശ്ലോകം 23. വിസ്ഫുർജയൻ ആജഗവം ധനുഹു സ്വയം യഥാ ആചരത് ക്ഷ്മാം അവിഷഹ്യം ആജൗ യഥാ ആചരത് ക്ഷ്മാം അവിഷഹ്യം ആജൗ തഥാ നിലീല്യുഹു ദിശിഹി ദിശി അസന്തഃ ദിശിഹി അസന്തഃ ലാംഗുലം ഉദ്യമ യഥാ മൃഗേന്ദ്ര. ഒന്നുകൂടി വായിക്കാം. വിസ്ഫുർജയൻ ആജഗവം ധനുഹു സ്വയം യദ് ആചരത് ക്ഷ്മാം അവിഷഹ്യം ആജൗ തഥാ നിലീല്യുഹു ദിശിഹി അസന്തഃ ലാംഗുലം ഉദ്യമ യഥാ മൃഗേന്ദ്രഃ. മൃഗേന്ദ്രൻ സിംഹരാജാവ് ലാംഗുലം തൻ്റെ വാല് ഉദ്യമ ഉയർത്തിപ്പിടിച്ച് യഥാ നടക്കുന്നത് പോലെ എന്ന്. കാട്ടിലെ രാജാവായ സിംഹം തൻ്റെ വാല് എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടാണ് നടക്കുക. ആ പ്രതാപം മറ്റുള്ള മൃഗങ്ങളെ അറിയിക്കാൻ, മനസ്സിലായോ? അത് എപ്പോഴും ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത് പോലെ വിസ്ഫുർജയൻ എന്ന് വെച്ചാൽ ഇങ്ങനെ സ്പന്ദിക്കുമെന്ന്, ഇങ്ങനെ ചലിക്കുക, സ്പന്ദിച്ചുകൊണ്ടിരിക്കും, തൊടുത്തുകൊണ്ടിരിക്കും. ആജഗവം എന്ന് വെച്ചാൽ ആടുകളുടെയും കാളകളുടെയും കുളമ്പുകളാൽ നിർമ്മിതമായ സ്വയം ധനു. പൃഥുവിൻ്റെ ആ ധനുസ് യഥാ ആചരത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുക. ക്ഷ്മാം ഭൂമി മുഴുവനും. അവിഷഹ്യം ആജൗ, അവിഷഹ്യം എന്ന് വെച്ചാൽ ഒരിക്കലും ചെറുക്കാൻ കഴിയാത്ത ആജൗ എന്ന് വെച്ചാൽ ആ യുദ്ധത്തിൽ. അപ്പോൾ ഇവിടെ പറയുന്നത് ആജൗ എന്ന് വെച്ചാൽ യുദ്ധം, അവിഷഹ്യം എന്ന് വെച്ചാൽ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന്. അതായത് പൃഥുവിൻ്റെ കയ്യിലുള്ള ധനുസിനെയാണ് കേട്ടോ, വില്ലിനെയാണ് ഈ പറയുന്നത്. യുദ്ധം നടക്കുമ്പോൾ ഒരിക്കലും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു വില്ലാണ്, ധനുസാണ് പൃഥുവിൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. പിന്നെ അത് ആടുകളുടെയും കാളകളുടെയും കുളമ്പുകളാൽ നിർമ്മിതമായതുമാണ്. അതാണ് അതിനെ ആജഗവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിൽ ഒരിക്കലും ആർക്കും ചെറുത്തു തോൽപ്പിക്കാൻ കഴിയാത്ത ആടിൻ്റെയും കാളകളുടെയും കുളമ്പുകളാൽ നിർമ്മിതമായ പൃഥുവിൻ്റെ കയ്യിലെ ധനുസ്, അത് കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം ഭൂമി മുഴുവൻ ഇങ്ങനെ ആചരത്ത് ചുറ്റി സഞ്ചരിക്കുകയും, ക്ഷ്മാം എന്ന് വെച്ചാൽ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് ഈ ധനുസ് എപ്പോഴും ഇങ്ങനെ വിസ്ഫുർജയൻ എന്ന് വെച്ചാൽ ഇങ്ങനെ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് അതിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ തൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ സ്പന്ദിച്ചു കൊണ്ടിരിക്കും. ഇനി അതുമാത്രമല്ല, തഥാ അതുപോലെ നിലീലു എന്ന് വെച്ചാൽ ഓടി ഒളിക്കുക, ദിശി എന്ന് വെച്ചാൽ ദിക്കുകൾ, പല പല ദിക്കുകളിലേക്കായിട്ട്, അസന്തഹ അസത്തുക്കളായിട്ടുള്ള അധാർമികളായിട്ടുള്ള ആളുകൾ പൃഥു മഹാരാജാവിനെ കാണുമ്പോഴേക്കും അവിടെയും ഇവിടെയും ഓടി ഒളിക്കും. എന്നിട്ട് അതാണ് ഈ പറയുന്നത്, ഒരു സിംഹരാജാവിനെ പോലെ, വാല് ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന സിംഹരാജാവിനെ പോലെ പൃഥുവിൻ്റെ വില്ല്. പൃഥു ഒരു മഹാരാജാവ് രാജധാനിയിലെ കൊട്ടാരത്തിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കലല്ല, എപ്പോഴും ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പം അദ്ദേഹം വരുന്നത് കാണുമ്പോഴേക്കും അധാർമികളായിട്ടുള്ള ആളുകൾ പല പല ദിക്കുകളിലേക്ക് ഓടി ഒളിക്കും പേടിച്ചിട്ട്. സിംഹരാജാവ് വാല് ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത് പോലെ തൻ്റെ വില്ല് എപ്പോഴും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് പൃഥു നടക്കുക. അതിങ്ങനെ എപ്പോഴും സ്പന്ദിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ പ്രത്യേകത കാളകളുടെയും ആടുകളുടെയും കുളമ്പുകൾ കൊണ്ട് നിർമ്മിച്ചതും ഒരിക്കലും ഒരു യുദ്ധത്തിലും ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്തതുമായ ധനുസാണ് പൃഥുവിൻ്റെ കയ്യിലുള്ളത് എന്ന് പറയുന്നു. ഇനി ശ്ലോകം 24. ഏഷഃ അശ്വമേധാൻ ശതം ആജഹാര സരസ്വതി പ്രാദുരഭാവി യത്ര
അഹാരഷീത് യസ്യ ഹയം പുരന്ദരഃ ശതക്രതുഹു ചരമേ വർത്തമാനേ. വരാൻ പോകുന്ന കാര്യമാണ്. ഏഷഹ, ആ പൃഥുരാജാവ് അശ്വമേധയാഗം 100 ആജഹാര ചെയ്യും, അനുഷ്ഠിക്കും. അതെവിടെ? സരസ്വതി പ്രാദുരഭാവി, സരസ്വതി നദി എവിടെയാണോ പ്രാദുരഭാവി എന്ന് വെച്ചാൽ ഉദ്ഭവിച്ചത്, സരസ്വതി നദിയുടെ ഉദ്ഭവസ്ഥാനത്ത് വെച്ച് പൃഥു മഹാരാജാവ് 100 അശ്വമേധയാഗങ്ങൾ അനുഷ്ഠിക്കും. ഇനി അതിൽ തന്നെ അഹാരഷീത് എന്ന് വെച്ചാൽ മോഷ്ടിച്ചു കൊണ്ടുപോവാ. യസ്യ, ആ പൃഥുവിൻ്റെ ഹയം, അശ്വത്തെ, പുരന്ദരൻ എന്ന് വെച്ചാൽ ദേവേന്ദ്രൻ, ശതക്രതു 100 അശ്വമേധയാഗങ്ങൾ നടത്തിയിട്ടുള്ള ദേവേന്ദ്രൻ, ചരമേ വർത്തമാനേ, പൃഥു നടത്തുന്ന അവസാനത്തെ 100ാമത്തെ അശ്വമേധയാഗം നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ അശ്വത്തെ അഹാരഷീത് മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഈ കഥയൊക്കെ നമ്മളിനി കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പൃഥു മഹാരാജാവ്, കാരണം 100 അശ്വമേധയാഗം നടത്തിയ ആളാണ് അടുത്ത ഇന്ദ്രനായിട്ട് വരിക. ഇപ്പോൾ പൃഥു ഭരിക്കുന്ന സമയത്ത് സ്വർഗത്തിൻ്റെ അധിപനായിട്ട് ദേവേന്ദ്രൻ സ്ഥാനത്ത് ഇരിക്കുന്ന ആള് ഇതുപോലെ 100 അശ്വമേധയാഗങ്ങൾ നടത്തി വന്ന ആളാണ്. ഇനി അടുത്ത 100 അശ്വമേധയാഗം ആരാണോ നടത്തുന്നത് ആ ആളാണ് ദേവേന്ദ്രൻ്റെ പദവിയിലേക്ക് പിന്നീട് വരിക. അപ്പം അതാണ് ഇപ്പോൾ ഇരിക്കുന്ന ദേവേന്ദ്രനൊരു അസൂയ വരാനുള്ള കാരണം. അപ്പോൾ പൃഥു മഹാരാജാവ് സരസ്വതി നദിയുടെ ഉദ്ഭവസ്ഥാനത്ത് വെച്ച് 100 അശ്വമേധയാഗങ്ങൾ നടത്തും. അതിൽ 100ാമത്തെ യാഗം നടന്നുകൊണ്ടിരിക്കെ അസൂയാലുവായിട്ടുള്ള ഈ ദേവേന്ദ്രൻ 100 അശ്വമേധയാഗങ്ങൾ നടത്തിയ ആ സ്ഥാനം തനിക്ക് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് പൃഥുവിൻ്റെ ആ യാഗത്തിനായിട്ട് നിർത്തിയിരിക്കുന്ന അശ്വത്തെ, കുതിരയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവവും ഉണ്ടാകും എന്ന് അവർ പറയുകയാണ് സ്തുതിപാഠകർ. ശ്ലോകം 25. ഏഷ സ്വസദ് ഉപവനെ സമ്മേത്യ സനത്കുമാരം ഭഗവന്തമേകം ആരാധ്യ ഭക്ത്യ അലബദ അമലം തത് ജ്ഞാനം യതഃ ബ്രഹ്മപരം വിദന്തി. ഏഷഹ, ഈ പൃഥുരാജാവ് ഏകം, ഒറ്റയ്ക്ക് ഒരു ദിവസം സ്വസദ്, സ്വന്തം ഭവനത്തിലെ ഉപവനെ, ഉദ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ സനത്കുമാരം ഭഗവാനായിട്ടുള്ള സനകാദികളിൽ ഒരാൾ സനത്കുമാരൻ സമേത്യ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് അവർ തമ്മിൽ പരസ്പരം സന്ധിച്ചു. അദ്ദേഹത്തെ ആരാധ്യ ഭക്തിയ, പൃഥു അദ്ദേഹത്തെ സനത്കുമാരനെ ഭക്തിയോടെ ആരാധിച്ചു. എന്നിട്ട് അലബദ എന്ന് വെച്ചാൽ നേടിയെന്ന്, അമലം എന്ന് വെച്ചാൽ പരിശുദ്ധമായ, തത് അതിനെ, അതായത് ജ്ഞാനം, അദ്ദേഹത്തിൽ നിന്നും പരിശുദ്ധമായ ജ്ഞാനത്തെ നേടി. യതഃ, ഏതൊന്നാണോ ബ്രഹ്മപരം വിദന്തി, പരബ്രഹ്മമാകുന്ന ആ പരമാനന്ദത്തെ വിദന്തി, നേടാൻ കഴിയുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയുന്നത് ഏതൊന്നിലൂടെയാണോ, യതഃ എന്ന് വെച്ചാൽ ഏതൊന്നിലൂടെയാണോ, തത് അത് അമലം, വളരെ പരിശുദ്ധമായ ജ്ഞാനമാണ്. ആ ജ്ഞാനം പൃഥുവിന് കിട്ടിയത് സനത്കുമാരനിലൂടെയാണ് എന്ന ഗുരുവിലൂടെ. അപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു ആണെങ്കിലും ഭൂമിയിൽ ഒരു ശരീരരൂപത്തിൽ അവതരിക്കുമ്പോൾ ഭൂമി ഭൗതികമാണ്, മായയാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ മായയിൽപ്പെട്ട് ജീവിക്കുമ്പോൾ ഭഗവാനാണെങ്കിൽ പോലും അറിവ് അവിടെ മറഞ്ഞു നിൽക്കുക. ആ ശരിയായ ജ്ഞാനം ഭഗവാനാണ് അവതരിച്ചതെങ്കിൽ പോലും ഭൂമിയിൽ ജനിച്ചു കഴിയുമ്പോൾ ഈ മായയിൽ പെട്ടിട്ട് ആ അറിവ് ജ്ഞാനം മറഞ്ഞു നിൽക്കുന്നു. അവിടെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും മറഞ്ഞിരിക്കുന്ന ആ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ എല്ലാവർക്കും ഒരു ഗുരുവിനെ ആവശ്യമാണ്. പൃഥു മഹാരാജാവ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട് പോലും അദ്ദേഹത്തിനും ഉള്ളിലെ ആ ജ്ഞാനം, ഞാൻ ആരാണ് എന്ന ജ്ഞാനത്തെ കാണിച്ചു കൊടുക്കാൻ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം വേണ്ടി വന്നു. അത് തീർച്ചയായിട്ടും ഗുരുവാണ് നമ്മുടെ ഉള്ളിലെ ആ സംഭവത്തെ പ്രകാശിപ്പിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്, വളരെ ഇരുട്ടാണ് ആ റൂമിനുള്ളിൽ. ഇരുട്ടായിട്ടുള്ള ഒരു റൂമിൻ്റെ ഉള്ളിൽ പ്രകാശം വരണമെങ്കിൽ നമുക്ക് ലൈറ്റ് ഇടണം അല്ലേ. പൂർണ്ണ ഇരുട്ടായിട്ടിരിക്കുന്ന ആ റൂമിൽ ലൈറ്റിൻ്റെ സ്വിച്ച് എവിടെയാണെന്ന് നമുക്കറിയില്ല, നമുക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല. അപ്പോൾ അവിടെ ലൈറ്റ് ഇടാൻ, നമ്മുടെ ഉള്ളിലെ ഒരു പ്രകാശത്തെ കൊളുത്താൻ മറ്റൊരാളെ അവിടെ ആവശ്യമാണ്. അതാണ് എല്ലാവരുടെ ജീവിതത്തിലും ഗുരുവിൻ്റെ സ്ഥാനം. അപ്പോൾ പൃഥു മഹാരാജാവ് ആണെങ്കിൽ പോലും ഭഗവാൻ വിഷ്ണുവിൻ്റെ അംശാവതാരമാണെങ്കിൽ പോലും ഭൂമിയിൽ ഒരു ശരീരരൂപത്തിൽ അവതരിച്ചപ്പോൾ
മായയാൽ മറയ്ക്കപ്പെട്ട ആ ജ്ഞാനത്തെ പുറത്തേക്കെടുക്കാൻ, അതിനെ പ്രകാശിപ്പിക്കാൻ ഗുരുവായിട്ട് സനത്കുമാരൻ, ഭഗവാൻ സനത്കുമാരൻ അവിടെ എത്തി. അദ്ദേഹത്തിലൂടെയാണ് ആ പരമമായ ജ്ഞാനത്തെ പൃഥു അറിഞ്ഞത്. ഞാൻ ആരാണ് എന്ന യഥാർത്ഥ അസ്തിത്വത്തെ പൃഥു അറിഞ്ഞത്. ഇനി ശ്ലോകം 26. തത്ര തത്ര ഗിരഃ താഹ താഹ ഇതി വിശ്രുത വിക്രമഃ ശ്രോഷ്യതി ആത്മ ആശ്രിത ഗാഥഃ പൃഥുഃ പൃഥുപരാക്രമഃ. തത്ര തത്ര, അതായത് ഭൂമിയുടെ അവിടെ ഇവിടെയൊക്കെ, ഗിരഹ, ഈ വാക്കുകൾ, താഹ താഹ, അതാത് രീതിയിൽ, താഹ താഹ എന്ന് വെച്ചാൽ അതാത് രീതിയിൽ, ഭൂമിയുടെ ആ ഭാഗത്തും ഈ ഭാഗത്തും എല്ലാ ഭാഗത്തും ഓരോ ദേശത്തിൻ്റെതായ രീതിയിൽ, അതാണ് താഹ താഹ, അതാത് ദേശത്തിൻ്റെ രീതിയിൽ. ഗിരഹ എന്ന് വെച്ചാൽ ഈ വാക്കുകൾ, ഇപ്രകാരമുള്ള വാക്കുകൾ, വിശ്രുത വിക്രമഃ, വിശ്രുത വിക്രമം, അതായത് എപ്രകാരമുള്ള വാക്കുകൾ, പൃഥുവിൻ്റെ പരാക്രമങ്ങൾ, പ്രവർത്തികളെ കുറിച്ച് ജനങ്ങളിങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ വാക്കുകൾ ശ്രോഷ്യതി, പൃഥു തന്നെ കേൾക്കുമെന്ന്. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും അവിടെയും ഇവിടെ നിന്നും ഒക്കെ അതാത് ദേശത്തിൻ്റെതായ ഭാഷയിലും രീതിയിലും പൃഥുവിൻ്റെ ആ കർമ്മങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ജനങ്ങൾ പറയുന്ന ആ വാക്കുകൾ ശ്രോഷ്യതി, പൃഥു തന്നെ കേൾക്കും. ആത്മാശ്രിത, ഭഗവാൻ ആത്മ ആശ്രിത, ഇത് ഭഗവാൻ തന്നെയാണ്. ഗാഥ എന്ന് സ്തുതി എന്നിങ്ങനെ പാടുന്ന സ്തുതികൾ പാടും. പൃഥുഹു, പൃഥുവിനെ കുറിച്ച്. പൃഥുപരാക്രമഃ എന്ന് വെച്ചാൽ രണ്ടാമത്തെ പൃഥു എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ പരാക്രമങ്ങളോട് കൂടിയവൻ എന്നർത്ഥം കേട്ടോ. അപ്പോൾ പൃഥുപരാക്രമഃ, വിശിഷ്ടമായ പരാക്രമങ്ങളോട് കൂടിയ പൃഥുവിനെ ജനങ്ങളെല്ലാം ഇത് ഭഗവാൻ തന്നെയാണ് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് എന്ന് ഗാഥഃ, പാടി സ്തുതിക്കുമെന്ന്. അപ്പോൾ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും അവിടെയും ഇവിടെയും ഒക്കെ അതാത് ദേശത്തിൻ്റെതായ രീതിയിൽ പൃഥുവിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് ജനങ്ങൾ പാടിപ്പുകഴ്ത്തുന്നത് പൃഥു തന്നെ കേൾക്കും. അത്രയും ശ്രേഷ്ഠമായ പരാക്രമങ്ങളോട് കൂടിയ പൃഥു മഹാരാജാവായി അവതരിച്ചത് സാക്ഷാൽ ഭഗവാൻ ശ്രീഹരി തന്നെ എന്ന് എല്ലാവരും പൃഥുവിനെ സ്തുതിക്കും എന്നാണ് പറയുന്നത്. ശ്ലോകം 27. ദിശഃ വിജിത്യ അപ്രതിരുദ്ധ ചക്രഃ സ്വതേജസ ഉത്പാദിത ലോകശല്യ, സ്വതേജസ ഉത്പാദിത ലോകശല്യ സുരാസുരേന്ദ്ര, സുരന്മാരും അസുരന്മാരും, അസുരേന്ദ്ര ഉപഗീയമാനഃ മഹാനുഭാവഃ ഭവിത പതിർഭുവഃ. ദിശഃ വിജിത്വ, പൃഥു എല്ലാ ദിക്കുകളെയും വിജയിക്കും. അപ്രതിരുദ്ധ ചക്ര, ഒരിക്കലും തടസ്സമില്ലാത്ത രീതിയിൽ. സ്വതേജസ, തൻ്റെ തേജസ്സിനാൽ. ഉത്പാദിത എന്ന് വെച്ചാൽ കട പിഴുത് എറിയ എന്ന് പറയില്ലേ, പൂർണ്ണമായും മൂലത്തോടെ നശിപ്പിക്കുമെന്ന്. ലോകശല്യ, ലോകത്തെ ശല്യം ചെയ്യപ്പെടുന്ന ആളുകളെ പൃഥു സ്വന്തം തേജസ്സിനാൽ ഇങ്ങനെ കട പിഴുതെറിഞ്ഞ് നശിപ്പിക്കും. അതുപോലെ ഒരിക്കലും ആർക്കും തടുക്കാൻ കഴിയാത്ത രീതിയിൽ എല്ലാ ദിക്കുകളിലും പൃഥു വിജയിക്കും. സുരാസുരേന്ദ്ര, ദേവന്മാരും അസുരന്മാരും പൃഥു മഹാരാജാവിനെ ഉപഗീയമാന, കീർത്തിച്ചു പാടും. അങ്ങനെ മഹാനുഭാവ, മഹാത്മാവായിട്ടുള്ള മഹാനുഭാവനായി, പതിഹി ഭുവഃ, ഭൂമിയുടെ യഥാർത്ഥ പതിയായി, ഭവിത, പൃഥു ഭവിക്കുകയും ചെയ്യും എന്ന് ആ സ്തുതി പാഠകർ പാടി പുകഴ്ത്തി. അപ്പോൾ ദിക്കുകളെല്ലാം ഒരിക്കലും തടയാൻ കഴിയാത്ത രീതിയിൽ പൃഥു ദിക്കുകളെയൊക്കെ ജയിക്കും. സ്വന്തം തേജസ്സിനാൽ ലോകത്തിന് ശല്യമാകുന്നവരെയൊക്കെ നശിപ്പിക്കും. അതുപോലെ ദേവന്മാരും അസുരന്മാരും പൃഥുവിനെ ഒരുപോലെ പാടി സ്തുതിക്കുകയും അത്രയ്ക്കും മഹാനുഭാവനായി, ഭുവഃപതി, ഭൂമിയുടെ യഥാർത്ഥ പതിയായി അങ്ങനെ പൃഥു മഹാരാജാവ് ഭവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഇത്തരത്തിലാണ് സ്തുതിപാഠകർ മഹർഷിമാരുടെ നിർദ്ദേശപ്രകാരം പൃഥുവിനെ പാടി പുകഴ്ത്തിയത്. അതായത് വരാൻ പോകുന്ന പൃഥുവിൻ്റെ എല്ലാ കർമ്മങ്ങളും ഇങ്ങനെയൊക്കെ അവർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക് പൃഥു മഹാരാജാവ് എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ചുരുക്കരൂപം കിട്ടിയെന്ന്. ഇനി നമ്മൾ അധ്യായം 17 തൊട്ട് പൃഥു മഹാരാജാവിൻ്റെ കർമ്മങ്ങൾ, പ്രവർത്തികൾ, അതെന്തൊക്കെ, ആ ശ്രേഷ്ഠ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിനി കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതോടുകൂടി 16-ാമത്തെ അധ്യായം അവസാനിച്ചു.